അപ്പോൾ ഇങ്ങനെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പള്ളിയിലേക്ക്. അപ്പോൾ പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. റോട്ടിൽ ഫുള്ള് മാല ബൾബ് സെറ്റ് ചെയ്തേക്കായിരുന്നു. കപ്പള്ളീൻ്റെ അവിടെ തൊട്ട് പള്ളീൻ്റെ അവിടെ വരെ നല്ല ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ അവിടെ നിന്നാണ് ഞങ്ങളിത് കണ്ടിരിക്കുന്നത്. ഇങ്ങനെ ലാസ്റ്റ് പള്ളീൻ്റെ അവിടെ എത്തി. അപ്പോൾ സനോട്ടം മുന്നിൽ നടക്കട്ടെ ഞങ്ങളുടെ ഗൈഡായിട്ട്. അപ്പോൾ അങ്ങനെ പള്ളി എത്തിയതിന് ശേഷം പള്ളീൻ്റെ വ്യൂ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓരോ വർഷം പല പല വെറൈറ്റീസ് കണ്ടുപിടിക്കാനാണ് ഓല് നോക്കൽ. എന്നും ഒരേ ഡിസൈൻ ആവില്ലല്ലോ, ഡിസൈൻസ് മാറൂലേ. അപ്പം അങ്ങനെ ഡിസൈൻസൊക്കെ കണ്ടു. പള്ളീൻ്റെ അകത്തുള്ള കാഴ്ചയാണ് കേട്ടോ അതൊക്കെ. നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ ഫുൾ കോമ്പറ്റീഷൻസ് നടക്കുന്നുണ്ടായിരുന്നു 2 ടീമായിട്ട്. അപ്പോൾ അവിടെ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഞങ്ങൾ 4 പേരാട്ടോ പള്ളീനകത്ത് കയറിയത്. ഏട്ടന്മാരൊക്കെ പുറത്താണ് നിന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സാമ്പിളായിരുന്നു. അമ്പിൻ്റെ അന്ന് രാത്രി സാമ്പിളായിരിക്കും. പെരുന്നാളിൻ്റെ അന്ന് രാത്രിയാണ് കലാശക്കൊട്ട്. അതുകൂടെ കഥം ഒക്കെ കഴിയും. പിന്നെ അപ്പം അങ്ങനെ എന്താ പറയുക, വെടിക്കെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. കുറച്ചേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പോരണ വഴിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പം അമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.